ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു മൈക്ക് പരിചയപ്പെടുത്താനായിട്ടാണ്. ആമസോണിൽ നിന്ന് വാങ്ങിച്ച വെലോമാക്സിന്റെ ഒരു വയർലെസ് മൈക്കാണ്. അപ്പൊ ഇതുവരെ ഞാൻ ഉപയോഗിച്ചത് ഒരു വയേർഡ് മൈക്കാണ്. അപ്പൊ പുറത്തു പോയിട്ട് ബ്ലോഗൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പൊ നമുക്കൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മൈക്കാണെന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചതാണ്. അപ്പൊ ഇതിന്റെ വിശേഷങ്ങൾ നമുക്ക് കൂടുതലായിട്ട് അറിയാം. ഇതില് രണ്ട് മൈക്ക് വരുന്നുണ്ട്. സിംഗിൾ മൈക്രോഫോൺ വേർഷനും അതുപോലെ ഡുവൽ മൈക്രോഫോൺ വേർഷനാണ് ഉള്ളത്. പിന്നെ ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്റലിജൻസ് നോയ്സ് റിഡക്ഷൻ ആണ്. അതുപോലെ പ്ലഗ് ആൻഡ് പ്ലേ, ജസ്റ്റ് പ്ലഗ് ചെയ്ത് പ്ലേ ചെയ്യുന്ന ടൈപ്പിലുള്ളത്. അതുപോലെ സെൻസിറ്റീവ് റേഡിയോ ഉണ്ട്. HD സൗണ്ട് ക്വാളിറ്റി ആണുള്ളത്. അപ്പൊ നമുക്ക് ഇതിനകത്ത് എന്തൊക്കെയാണ് അവർ സെറ്റ് ചെയ്ത് തന്നിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഈ ഒരു ബോക്സില് രണ്ട് മൈക്ക്, ഒരു റിസീവർ, പിന്നെ ഇത് വന്നിട്ട് ചാർജിങ് കേബിൾ ആണ്. ഇതാണ് രണ്ട് മൈക്ക്. അപ്പൊ ഇതില് നോയ്സ് ക്യാൻസലേഷന് വേണ്ടിയിട്ട് ഇവര് രണ്ട് പഞ്ഞിയൊക്കെ മുകളിൽ ഘടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, അത് പഞ്ഞി ഘടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ഇത് 30 മീറ്റർ വരെ റേഞ്ച് ഉണ്ട് എന്നാണ് കമ്പനി പറയുന്നത്. ഇതാണ് അതിന്റെ റിസീവർ. ഇത് C ടൈപ്പ് ആണ് വരുന്നത്. അപ്പൊ C ടൈപ്പിലുള്ള മൊബൈലിലെല്ലാം ഇത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. മൊബൈലിൽ എങ്ങനെ ഇത് കണക്ട് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പൊ ഇത് റിസീവർ ആണ്. ഈ റിസീവർ നമ്മൾ ഇതിലേക്ക് പ്ലഗ് ചെയ്തു. പ്ലഗ് ആൻഡ് പ്ലേ ആണല്ലോ. പ്ലഗ് ചെയ്ത ഉടനെ ഇതിലൊരു ഗ്രീൻ ലൈറ്റ് കത്തും. കാണുന്നുണ്ടോ എന്നുള്ളത് അറിയില്ല. അപ്പൊ ഇതിൽ ഗ്രീൻ ലൈറ്റ് കത്തുന്നുണ്ട്. ഇനി നമുക്ക് മൈക്ക് എടുത്തിട്ട് ഇതില് ഓൺ ഓഫ് ബട്ടൺ ഉണ്ട്. ഇതാണ് ഓൺ ഓഫ് ബട്ടൺ. കാണുന്നുണ്ടോ എന്ന് അറിയില്ല. അത് 1 മിനിറ്റ് ഹോൾഡ് ചെയ്ത് പ്രസ് ചെയ്ത് നിൽക്കണം. അപ്പോ ഇവിടെയുള്ള ഇതിലൊരു പച്ച ലൈറ്റ് കത്തും. അത് സ്റ്റേബിളായി കത്തിയെന്നുണ്ടെങ്കിൽ നമ്മുടെ മൊബൈലും റിസീവറും മൈക്കും എല്ലാം കണക്ട് ആയി എന്നർത്ഥം. ഇനി അഥവാ ഇല്ലാന്നുണ്ടെങ്കിൽ, ഇത് കത്തിയില്ലാന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടത് മൊബൈലിലെ സെറ്റിംഗ്സിൽ OTG കണക്ഷൻ ഓൺ ആക്കി വെക്കുക. നമുക്ക് ഈ മൈക്കിന്റെ ഓഡിയോ ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വീടിനകത്തുള്ളത് അതുപോലെ തന്നെ പുറത്തു നിന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്തിട്ട് നോക്കാം. ഇപ്പൊ ഞാൻ ഈ മൈക്ക് മൊബൈലിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഈ പച്ച ലൈറ്റ് കത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് വിചാരിക്കുന്നു. ഇതാണ് മൈക്ക് സൗണ്ട്. എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? ഇനി നമുക്ക് ഇതിന്റെ പുറത്ത്, നമുക്ക് വീടിന് വെളിയിൽ പോയിട്ട് എന്താണ് ഇതിന്റെ ഒരു ഓഡിയോ ക്വാളിറ്റി എന്നുള്ളത് നമുക്ക് നോക്കാം. ഹലോ ഹലോ ഹലോ. ഇപ്പൊ ഞാൻ പുറത്താണ് നിൽക്കുന്നത്. ഇപ്പൊ നല്ല കാറ്റുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ സൗണ്ടിന്റെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാകും. ഇപ്പൊ റിസീവറും മൈക്കും തമ്മില് ഡയറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 30 മീറ്റർ വരെ നോക്കാം. ഇതൊരു 10 മീറ്റർ ആണ് കേട്ടോ. ഇപ്പൊ എങ്ങനെയുണ്ട് സൗണ്ട്? നിങ്ങൾ തന്നെ ഒന്ന് നോക്കൂ. ഇത് ഞാൻ കുറച്ചുകൂടെ ബാക്കിലേക്ക് നടക്കാം. ഇപ്പൊ ഞാൻ നിൽക്കുന്നത് 20 മീറ്റർ ദൂരത്തിലാണ്. ഇപ്പൊ എങ്ങനെയുണ്ട് ഓഡിയോ ക്വാളിറ്റി എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഇനി ഞാൻ പിന്നെയും പുറകോട്ട് പോകാൻ പോവാണേ. ഇപ്പൊ ഞാൻ നിൽക്കുന്നത് 30 മീറ്റർ അകലെയാണ്. ഇപ്പൊ എത്രത്തോളം സൗണ്ട് ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റുന്നുണ്ടോ? അപ്പൊ നമുക്ക് ഈ മൈക്കിന്റെ ഓഡിയോ ക്വാളിറ്റി നിങ്ങൾക്ക് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോ എനിക്കിപ്പോ ഇതിന്റെ നോയ്സ് ക്യാൻസലേഷൻ എത്രത്തോളം വർക്കായി എന്നുള്ളത് എനിക്ക് പറയാൻ കഴിയുന്നില്ല. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിന് ഓക്കെയാണ്. അപ്പോൾ ഇത് നമ്മൾ ആമസോണിൽ നിന്ന് ഒരു ഓഫറിൽ വാങ്ങിയതാണ്. 850 ആണ് ഇതിന്റെ പ്രൈസ്. 650 രൂപയ്ക്കാണ് നമുക്ക് ഓഫറിൽ കിട്ടിയത്. അപ്പൊ ഒരുപാട് സൂപ്പർ എന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും ഓക്കെ ആണ്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. അപ്പൊ ആർക്കെങ്കിലും ഇനി വേണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കരുത്. ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.